ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനിവാസൻ ആർക്കോ വിളിക്കാൻ പോകുമ്പോൾ സുധ ചോദിക്കുന്നുണ്ട്, ആർക്കാണ് വിളിക്കാൻ പോകുന്നത്, പാർട്ടി ഓഫീസിലേക്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, വേദയ്ക്കാണ്. വേദയ്ക്ക് വിളിച്ചുകൊണ്ട് എന്ത് കാര്യം? വിക്രം തന്നെ പറഞ്ഞതല്ലേ, അവൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന്. വിക്രമിനോട് ശ്രീനിയേട്ടൻ ഭീഷണിയുടെ സ്വരത്തിൽ വരെ പറഞ്ഞു നോക്കില്ലേ, എന്നിട്ട് അവൾ അനുസരിച്ചോ? എന്നിട്ടിപ്പോൾ വെറുതെ അവളെ വിളിച്ചിട്ട് വെറുതെ നാണം കെടാൻ നിൽക്കണമെന്ന് ചോദിക്കുകയാണ്. അല്ല, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവൾ എന്താ പറഞ്ഞിരിക്കുന്നത് പരാതിയിലും ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പരാതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യിക്കാൻ പറ്റില്ലെങ്കിലും വോട്ട് തിരിച്ചെടുക്കാനായിട്ട് അവർക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സുധയ്ക്ക് കാര്യങ്ങൾ പറയണേ. അപ്പോൾ സുധ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇപ്പോൾ ശ്രീനിയേട്ടനെ അവളെ വിളിക്കേണ്ട, അപ്പോൾ പുളിക്കനെ വിളിക്കട്ടോ, പുളിക്കാന്ന് വിളിക്കേണ്ട, താൻ ആ വിക്രത്തിനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ സുധ പറയും, വേണ്ട, വിക്രത്തിനോടൊന്നും വരാൻ പറയണ്ട, അവന് മലയ്ക്ക് പോക്കല്ലേ, ഇന്ന് അവർ വീട്ടിൽ അയ്യപ്പൻ വിളക്കൊക്കെയാണ്, അതുകൊണ്ട് വിക്രത്തിനോട് ഇന്ന് വരാൻ പറയണ്ട, എന്തായാലും മലയ്ക്ക് പോയി വരട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം വിക്രത്തിനോട് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അത് ശരി തന്നെയാണെന്ന് പറയുകയാണെ. ഇപ്പോൾ തൽക്കാലം വേദയ്ക്ക് വിളിച്ച് വെറുതെ സംസാരിച്ചുകൊണ്ട് അവൾ അനുസരിക്കാനൊന്നും പോകുന്നില്ല, ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് വിക്രം തന്നെ നമ്മളോട് നേരിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ ശ്രീനിയേട്ടൻ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ അവളെ വിളിച്ച് നാണം കെടാന്നല്ലാതെ. അപ്പോൾ ശ്രീനിവാസൻ പറയാണ്, ശരിയാണ്, അതിന് പിന്നെ അവളെ ഒരു പാർട്ടിയും അനുകൂലിക്കില്ല, ഒരു പാർട്ടി അവളുടെ കൂടെ നിൽക്കുകയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാണ്, ശ്രീധരൻ തേറാട്ടിൽ മാത്രമേ അവളുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. അതിനുശേഷം വേദ റൂട്ടിലൂടെ ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ശ്രീകാന്ത് പിന്നെ നിന്ന് വിളിക്കാൻ കേട്ടോ, ഹലോ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനെ കാണുമ്പോൾ മുഖം തിരിക്കുകയാണ്. എന്താ നീ എന്നെ കണ്ട വഴിക്കൊന്നും ഞെട്ടിയത് എന്ന് പറയും കേട്ടോ. ഞാൻ അനിയനൊന്നുമല്ല, നിൻ്റെ സഹോദരനാണ്, സ്വന്തം സഹോദരൻ എന്ന് പറയട്ടോ. അങ്ങനെയുള്ളൊരു ബന്ധമൊന്നും ഞാനും നിങ്ങളും തമ്മിലില്ല, രണ്ട് വ്യക്തികൾ എന്നുള്ളൊരു ബന്ധം മാത്രമേ ഞാനും നിങ്ങളും തമ്മിലുള്ളൂ, സഹോദരൻ. അങ്ങനെയുള്ളൊരു ബന്ധം നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ശ്രീകാന്ത് പറയാണ് കേട്ടോ, അതെ, എനിക്കെന്തായാലും അങ്ങനെ ഒരു ബന്ധമുണ്ട്, എന്തായാലും നീ അങ്ങനെ കരുതുന്നില്ല, പോട്ടെ, അങ്ങനെ വേണ്ട എന്നൊക്കെ പറയുകയാണേ. പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതാ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചു, അത് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുകയും ചെയ്യുന്നതെന്ന് പറയുകയാണേ. വിക്രമിൻ്റെ വീട്ടുകാർക്ക് ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ പറയും. എന്തായാലും നിങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണതേ വിക്രമോ ആരും കാണണ്ട. വിക്രം കണ്ടിട്ടുണ്ടെങ്കിൽ വിക്രമിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, അച്ഛനെ തട്ടിക്കൊണ്ട് പോയത് നിങ്ങളെങ്ങാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയാം കേട്ടോ. അത് ഇതുവരെയും വിക്രം അറിഞ്ഞിട്ടില്ല. ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് മനസ്സിലാവും അച്ഛൻ്റെ തിരോധാനത്തിന് പിന്നിൽ നിങ്ങളാണെന്നുള്ള കാര്യം. അപ്പോൾ ശ്രീകാന്ത് അതൊക്കെ ശരി, അതെ, നീ വീട്ടിൽ വരുന്ന കാര്യം ഒരു സൂചന മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നാളെ നീ വീട്ടിലേക്ക് എത്തുന്നുള്ള കാര്യം ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് പറയാൻ കേട്ടോ. ഇതുവരെ തന്ന സർപ്രൈസൊക്കെ വല്ലാത്ത ഉപകാരമായി പോയിട്ടുണ്ട്, ഇനി ഒരു സർപ്രൈസ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വേദ പോകുകയാണേ. പിന്നെ കാണിക്കുന്നത് അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ അയ്യപ്പ വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. വിക്രമും അതുപോലെ നന്ദിനിയും എല്ലാവരും അവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ അവിടേക്ക് വരാൻ. ആഹാ, വേദമോള് വന്നോ എന്ന് ചോദിച്ചിട്ട് മുത്തശ്ശി അച്ചമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിക്രമിനെ വേദന നോക്കുകയാണ് കേട്ടോ. വേദന മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദന മുഖത്തായൊരു വിഷമം വിക്രമിന് മനസ്സിലാവണേ. മോള് പോയിട്ട് മേല് കഴുകിയിട്ട് വായു, നമുക്കിതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്ന് പറയണേ. അപ്പം അച്ചമ്മയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ വേദയ്ക്ക് എന്തോ സങ്കടം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന പോക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനിക്ക് മനസ്സിലാവാൻ കേട്ടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. വേദന നേരെ കിച്ചണിലേക്ക് വരികയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നേന്ത്രപ്പഴം പുഴുങ്ങിയതും പപ്പടവും കൂടിയിട്ട് ഇപ്പോൾ വിളക്കിന് വരുന്നവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മോളെ. അമ്മ ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അമ്മ വായോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുകയാണ് കേട്ടോ. അങ്ങനെ റൂമിലെത്തുമ്പോൾ എനിക്ക് അമ്മനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എന്താ പറയാനുള്ളത്? ഇനിയെങ്കിലും ഞാൻ അമ്മനോടത് പറഞ്ഞില്ലെങ്കിൽ, മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയാത്ത തെറ്റായി പോകും അമ്മേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അമ്മേ, ഞാൻ നാളെ ഇവിടെ നിന്ന് പോകും എന്ന് പറയാം കേട്ടോ. അപ്പോൾ കമലാമ്മ ആകെ ഞെട്ടിപ്പോവാണ്. മോളെ എന്തൊക്കെയാണ് പറയുന്നത്? അതെ അമ്മേ, എൻ്റെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചു, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റൂല അമ്മേ.
ഇപ്പോഴെങ്കിലും ഞാനിത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അമ്മ എന്നോട് പൊറുക്കൂല. ഞാനിതുവരെ കാണിച്ച സ്നേഹം കള്ളാണെന്നേ അമ്മ വിചാരിക്കുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, മോൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് 1 വർഷത്തോളം കഴിഞ്ഞു. ഇനി ശ്രീനിവാസൻ്റെ കാര്യത്തിലാണ് മോൾക്ക് വിഷമം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ കാരണം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ശ്രീനിവാസൻ്റെ കാര്യത്തിൽ ഒരിക്കലും മോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. കാരണം പല പല കാരണങ്ങളിൽ ശ്രീനിവാസിൻ്റെ ആയാലും ബാക്കിയുള്ളവരുടെ ആയാലും പ്രശ്നങ്ങളിൽ വിക്രം ചെന്ന് പെട്ടപ്പോൾ അവിടെ നിന്നൊക്കെ മോളാണ് വിക്രമിനെ രക്ഷിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് അവ പോയെന്ന് വിചാരിച്ചിട്ട് മോളത് ഇറങ്ങിപ്പോകില്ല. സത്യം പറയാം മോളെ എന്നോട്, എന്തിൻ്റെ പേരിലാണ് മോളോടൊന്ന് പോകുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വേദ പറയും, അമ്മേ എനിക്കിവിടുന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോൾ വേദന കൈ പിടിച്ച് വലിക്കുകയാണേ. എനിക്കറിയാം ഇതല്ല കാരണം, ശ്രീനിവാസൻ്റെ കാരണമല്ല മോളിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, മറ്റെന്തോ കാരണമുണ്ട്. അത് അമ്മനോട് പറയും. അല്ലാന്നുണ്ടെങ്കിൽ നീയെ ഞങ്ങളെ സ്നേഹിച്ചത് കള്ളാണെന്ന് തന്നെ ഞങ്ങൾക്ക് വിചാരിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണേ. ഞാൻ അമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ കണ്ടുകൊണ്ട് തന്നെയാണ് അമ്മനെ ഞാൻ അമ്മാന്ന് വിളിച്ചിട്ടുള്ളത്. അതിലൊരു കളങ്കവും ഇല്ല അമ്മേ. പക്ഷേ ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് ഈ നേരെയാക്കാനൊന്നും പറ്റൂല, എനിക്ക് അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ വേദ. അപ്പോൾ കമലാമ്മയും ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. മോളെ നീ ഞങ്ങളിങ്ങനെ സങ്കടത്തിലാഴ്ത്തി പോകല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ വേദ പറയാണ്, എനിക്കിനി വയ്യ അമ്മ ഇവിടെ നിൽക്കാനായിട്ട്, എനിക്കിനി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല, ഇനി നന്നാക്കാനും പറ്റൂല, നല്ലതാക്കാനും ഒന്നിനും പറ്റൂല. ഇത്രയും പറയാനേ എനിക്ക് നിവർത്തിയുള്ളൂ അമ്മ, വേറെ ഒന്നും പറയാനായിട്ട് എനിക്ക് ഇപ്പോൾ സാധിക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോകും കേട്ടോ. കമലമ്മ അവിടെ നിന്ന് പൊട്ടിക്കറിയേ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞു പോകുന്നത് ശ്രീജ അങ്ങനെ നോക്കി നിൽക്കുകയാണേ. വേഗം തന്നെ ശ്രീജ അവിടെ നിന്ന് കമലാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. പക്ഷേ കമലാമ്മനോട് വേദ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്ന കാര്യം ഇന്ന് വേറെ ആരും അറിയരുത്, മലയ്ക്ക് പോക്കൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറയുകയാണ്. വിക്രം പോയി വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ എന്ന് പറയുകയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീജനോട് തുറന്ന് പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ വിഷമത്തോടുകൂടി കമലാമ്മ വന്നിട്ട് വിക്രമിനോട് പറയാണ്, വിക്രം നീ ഒന്നും ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുള്ളത്. അപ്പോൾ നന്ദിനെ എന്താ അത് അമ്മയും മോനും കൂടി ഒരു രഹസ്യം എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രമിനോട് കമലാമ്മ ചോദിക്കുകയാണ്, മോനെ നീയും വേദയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയും, ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ എന്ന് പറയാം കേട്ടോ. നീ ആ ശ്രീനിവാസിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അമ്മേ അതൊന്നുമല്ല, അത് കറക്റ്റായിട്ടുള്ള കാരണം അതല്ല. അങ്ങനെ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ പോയെന്ന് വിചാരിച്ചിട്ട് അവളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വരുമൊന്നുമില്ല. ഇത് വേറെ എന്തോ പ്രശ്നമാണ്, നമ്മളോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നമാണ് അവളുടെ മനസ്സിലുള്ളതെന്ന് വിക്രം പറയാണ്. എന്തായാലും ഞാൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ അമ്മേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം, പക്ഷേ അപ്പോഴേക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം എന്താ അപ്പോഴേക്കും എന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ എന്ന് പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അന്നേരം ഓർക്കാണ് കേട്ടോ, അമ്മ ഈ കാര്യം വേറെ ആരോടും പറയരുത്, ഞാൻ മലയ്ക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണത് ആലോചിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല. അല്ല അമ്മ എന്തോ പറയാൻ വന്നല്ലോ എന്ന് വിക്രം പറയുകയാണേ. ഇല്ല അതല്ല, എന്തായാലും നീ മലയ്ക്ക് പോയിട്ട് വായോ സന്തോഷത്തോടു കൂടിയിട്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് കമലാമ്മയും വേഗം അവിടെ തന്നെ പോവുകയാണ്. അതിനുശേഷം നന്ദിനി ശ്രീജയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വേദന മനസ്സിലുള്ള ദുഃഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ഒക്കെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയും, അതെ ശ്രീജടുത്തി വേദ ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ബിസിനസ് തന്നെ തുടങ്ങാൻ കാരണം വേദയല്ലേ. പണ്ട് വിശ്വേട്ടന് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുറുക്കമ്പനിയിൽ ഞങ്ങളുടെ കാശ് നഷ്ടപ്പെട്ടപ്പോൾ അത് തിരികെ വാങ്ങിച്ചു തന്നതൊക്കെ വേദ തന്നെയാണ്. ഓഹോ അതൊക്കെ നന്ദിനിക്ക് ഓർമ്മയുണ്ടല്ലേ എന്ന് പറയും. അതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. എന്നിട്ടാണോ അവൾ ഏത് നേരം പാര വെച്ചുകൊണ്ട് കിടക്കുന്നത്? അത് അങ്ങനെ പാരയൊന്നുമല്ല, മനസ്സിൽ തോന്നുന്ന കാര്യം അപ്പം പറയും. പിന്നെ ഇത്തിരി കുശുമ്പ് അതുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് അവൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ശ്രീജി ചോദിക്കും, വേദയ്ക്ക് എന്ത് പ്രശ്നം? അതല്ല, കുറച്ച് ദിവസമായിട്ടേ ഒരു 2 ദിവസമായിട്ട് വേദയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ട്. ഏത് നേരം ഒറ്റയ്ക്കിരിപ്പ്, ഇടയ്ക്കിടയ്ക്ക് കരയാണ്, ആ പാവത്തിന് കരച്ചിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളല്ല അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കേണ്ടത്. ശ്രീജടുത്തൊരു കാര്യം ചെയ്യും, ശ്രീജടുത്ത് ചെന്നിട്ടേ എന്താണ് വിഷമം എന്ന് ചോദിച്ചറിയും, എന്നിട്ട് അവൾ അറിയാതെ തന്നെ നമുക്കതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജർ ഓഹോ അതാണല്ലേ നന്ദിനിയുടെ പ്ലാൻ. ചുരുക്കത്തിൽ വേദന മനസ്സിലെന്താണെന്ന് ഞാൻ പോയി അന്വേഷിച്ച് വരണം അല്ലേ? അതെ, എന്തായാലും തൽക്കാലം എന്നെ കിട്ടൂല അതിനെന്ന് പറയാം കേട്ടോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഒരാളുടെ തൂക്കം പരിഹരിക്കാനല്ലോ. വേണ്ട, എനിക്കതിനിപ്പോൾ തൽക്കാലം താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജ പോകണം. ഏറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദിനി നിൽക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് രാത്രി വേദ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ശ്രീജ കാപ്പിയും കൊണ്ടുവരികയാണ്. അപ്പോൾ ശ്രീജ വേദന എടുത്ത് വന്നിരുന്നിട്ട് വേദനയോട് പറയാണ്, മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാ? എനിക്കറിയാം ആ ശ്രീനിവാസൻ്റെ കാരണം കൊണ്ടല്ലേ മോൾക്ക് ഇപ്പോൾ ഈ ഒരു സങ്കടം വന്നിരിക്കുന്നത്. വിക്രമിനോട് എന്തോരം പറഞ്ഞാലും വിക്രമ മനസ്സിലാക്കൂല. സാരമില്ല, എന്തായാലും വിക്രമ മലയ്ക്ക് പോയിട്ട് വരട്ടെ. നമുക്കെല്ലാവർക്കും കൂടി ശ്രീനിവാസൻ്റെ അടുത്ത് പോകാം. വിക്രമിനെ ഇങ്ങോട്ട് വിട്ടു തരണമെന്ന് നമുക്ക് അയാളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്നാലും മോളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ടിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദമൊന്നും പറയുന്നില്ല. വേദമൊന്നും പറയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മോളെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നത്തെ ഒരു ദിവസമായിട്ട് മോള് പോയിട്ട് മേലൊക്കെ കഴുകി വായെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും വേദ പൊട്ടി കരഞ്ഞുകൊണ്ട് ശ്രീജയുടെ ചുമലിലേക്ക് വീഴാണ് കേട്ടോ. അപ്പോൾ പിടിച്ചിങ്ങനെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ കാര്യം എന്ന് നീ പറയുമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ വരാം കേട്ടോ. അയ്യോ അച്ഛമ്മ വരും എന്ന് പറയുമ്പോൾ വേദ കണ്ണൊക്കെ തുടയ്ക്കുകയാണ്. അന്നേരം അച്ഛമ്മ കരണ കാണാൻ കേട്ടോ. അപ്പോൾ വേദന എടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് മോളെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിക്രമലയ്ക്ക് പോകുന്നത് കൊണ്ടാണോ? അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവണതാണ്. സാധാരണ ഞങ്ങളുടെ കാലത്തൊക്കെ പണ്ട് എൻ്റെ അച്ഛനൊക്കെ മലയ്ക്ക് പോകുമ്പോൾ അമ്മ കരയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയ്ക്ക് പോകുമ്പോൾ പേടിയാണ്. കാരണം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയൊക്കെ പോകണം. മാത്രമല്ല നടന്നല്ലേ മലയ്ക്ക് പോകുന്നത്. ഇതുപോലെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മലയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ആന്തൽ വരും. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും വേണ്ടല്ലോ. ഇന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. മോളിങ്ങനെ കരയേണ്ട ഒരു കാര്യമില്ല. അവൻ മലയ്ക്ക് പോയി സന്തോഷത്തോട് കൂടിയിട്ട് വരട്ടെ. ഒരു കാര്യം ചെയ്യും, മോള് വേഗം പോയിട്ട് മേലൊക്കെ കഴുകി വായോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മോടൊന്ന് പോവുകയാണേ. അപ്പോൾ വേദയും പറയണേ, ശരി ശ്രീജേടത്തി, ഞാൻ മേല് കഴുകി വരാമെന്ന് പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാണ് കേട്ടോ. അയ്യപ്പൻ വിളക്കിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രമിനെ ശാന്തി ഇങ്ങനെ വിളിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ അടുത്തേക്ക്. ബാക്കിയുള്ള സമയമാരും വായെന്ന് പറയുമ്പോൾ ജോസഫും രാജേട്ടനും അവരൊക്കെ ഇങ്ങനെ വന്ന് വിക്രമിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എല്ലാവരും വന്നോ എന്ന് ചോദിക്കുമ്പോൾ വേദ മാത്രം വന്നിട്ടില്ല. അപ്പോൾ കമലാം ഇങ്ങനെ വേദമോളെ എന്ന് വിളിക്കുമ്പോൾ വേദ ഇങ്ങനെ ഒരുങ്ങി വരുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.